കൂട്ടുകാരെ നമസ്കാരം. പെസഹ അപ്പവും പെസഹ പാലുമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം പെസഹ അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹ അപ്പം. പെസഹ അപ്പം തയ്യാറാക്കുവാനായി ഒരു ബോളിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് ഉഴുന്ന് എടുക്കുന്നു. ഇനി വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിറയെ വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം 8 മുതൽ 10 മണിക്കൂർ വരെ ഇതുപോലെ കുതിരുവാനായിട്ട് വെക്കണം. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ അരിയും ഉഴുന്നും ഏകദേശം 10 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലുള്ള ഈ വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സി ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ ഇത് പേസ്റ്റ് ചെയ്തെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം ആവശ്യമെങ്കിൽ മാത്രം അല്പമായി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് ഇത് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ക്ലീൻ ചെയ്ത ചെറിയുള്ളി ഒരു 4 എണ്ണം കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുഴുവൻ അപ്പത്തിനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ആ അരപ്പ് കട്ട പിടിച്ച് കിടക്കാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനെടുത്തത് വലിയ പാത്രമായതുകൊണ്ട് ഈ മുഴുവൻ മാവും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ മാവെല്ലാം ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. സാധാരണ പെസഹ അപ്പത്തിന് ഈ മാവിൻ്റെ നടുക്കായിട്ട് കുരുത്തോല കൊണ്ടുള്ള കുരിശ് വെക്കാറുണ്ട്. ഏതാണ്ട് ഈ മധ്യഭാഗത്ത് തന്നെയായിരിക്കും കുരുത്തോല ചെറുതായിട്ട് കട്ട് ചെയ്ത് കുരിശ് വെക്കുക. എൻ്റെ കയ്യിൽ കുരുത്തോല ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ ഈ മാവ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ ഇത് വേകുവാനായിട്ട് എടുക്കും. 25 മിനിറ്റ് ആയപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഇത് തുറന്ന് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ചെറിയൊരു കമ്പി എടുത്ത് ഇതുപോലെ കുത്തി ഒന്ന് നോക്കും. കമ്പിയിൽ മാവ് ഒട്ടിയിരിപ്പുണ്ടെങ്കിൽ വെന്തില്ലെന്നാണ് അർത്ഥം. എന്നാൽ ഇതിൽ അങ്ങനെ ഒട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ മാവ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെമ്പിൽ നിന്നും മാറ്റി വെക്കാം. അപ്പോൾ പെസഹ അപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി പെസഹ പാൽ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഏകദേശം 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1/2 കപ്പ് വെള്ളമൊഴിച്ച് 1-ാം പാലും 1 കപ്പ് വെള്ളമൊഴിച്ച് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ആവശ്യമാണ്. അതിനായിട്ട് ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ശർക്കര പൗഡറാണ്. ശർക്കര പാനി തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ശർക്കര പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീ വെച്ച് ഇത് പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് ഒരല്പം ചൂടാറുവാനായി ഇത് മാറ്റിവെക്കാം. പലർക്കും അറിയാം എങ്ങനെയാണ് ശർക്കര പാനി തയ്യാറാക്കുന്നതെന്ന്. എന്നാൽ അതറിയാൻ വയ്യാത്തവർക്കായിട്ടൊന്ന് പറയുകയാണ്. ഇതുപോലെ ശർക്കര കയ്യിലെടുത്ത് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ വലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതതിൻ്റെ പരുവമായെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി കുറച്ച് തണുത്തിട്ടുണ്ട്. ഈ സമയം അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തരിയൊന്നുമില്ലാത്ത വിധത്തിൽ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശുദ്ധമായ ശർക്കര പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര പാനി അരിച്ചെടുക്കാഞ്ഞത്. സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാനി അരിച്ച് അതിലെ കരടെല്ലാം കളയേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ ചേർത്ത ശർക്കരയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇനി സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. ഇത് കുറുകി വരുന്നവരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കാതിരുന്നാൽ അടിയിൽ പിടിക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് നന്നായി മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെസഹ പാലും ഇവിടെ റെഡിയായി കഴിഞ്ഞു. പെസഹ അപ്പം ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്ത് ഇതുപോലെ പെസഹ പാലിൽ മുക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പേജ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.